സോ ഹലോ ഗായ്സ് വാട്സ്ആപ്പ്. അപ്പൊ കാലങ്ങൾക്ക് ശേഷം കണ്ടതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. പിന്നെ ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും 100 സബ് കഴിഞ്ഞിക്കണി. അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. ബട്ട് നമ്മളെ ആ വീഡിയോ എന്തായാലും പീക്കിലെ പോണു. ഇപ്പൊ നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഉറപ്പായി. പിന്നെ നമുക്ക് കുറെ ഫ്രണ്ട്സും കിട്ടി. ഇവനാണ് ലെക് സ്റ്റാർ. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനാണ് ഈ സെർവറിന്റെ ഓണർ. ഇവനക്ക് എന്ന് പറയാ പല കഴിവൊന്നുമില്ല, എന്നാലും ഈ സെർവറിന്റെ ഓണർ ആൻഡ് ഹോസ്റ്റ്. ബട്ട് ഇവനൊരു നോർമൽ പ്ലെയർ ആയിട്ടും കളിക്കുന്നുണ്ടാവും. ചീറ്റ്സ് ഉപയോഗിക്കാറില്ല. ബട്ട് ഈ ഫുഡ് അത് ഞങ്ങളൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് അവൻ ചീറ്റ് എടുത്തിട്ട്, ചീറ്റല്ല ഇക്ക് സ്ലാഷ് ഗീവ് എന്ന് തന്നതാണ്. ഇവനാണ് അഡ്മിൻ. ഇവ നമ്മളപ്പോ അധികം നേരം ഒന്നും ഉണ്ടാവത്തില്ല, നമ്മൾ കൂടുതൽ സോളോ ആയിട്ടാവും കളിക്കണ്ടാവുക. ബട്ട് ഇവൻ നമ്മളെ ടീമാണ്. യോ ലെറ്റ്സ് ബ്രോ. ഓക്കെ, ചെക്കനെ മൈക്ക് എന്താ പറയുക ഡിലേ ആണ്. ബട്ട് ഓൺ ഡി സിയിലുണ്ട് നമ്മളെ. അതുകൊണ്ട് ഓൻക്ക് ഞാൻ പറഞ്ഞ കേൾക്കാം. അതുകൊണ്ട് വലിയ സീനില്ല. അതുകൊണ്ട് ഓന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വരും. അതുകൊണ്ട് എനിക്ക് വല്ല സീനില്ല. ഈ അയൺ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പം മൈനിങ്ങിന് പോയിട്ട് അവനെ കൊന്നപ്പോ എനിക്ക് കിട്ടിയേ. പിന്നെ നമ്മളൊക്കെ എത്ര സാധനങ്ങൾ തന്നെ ഉള്ളൂ, ഓവറായിട്ട് നമ്മളൊക്കെ ഒന്നുമില്ല. പിന്നെ ഇത് നമ്മള് എന്താ പറയുക ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് ക്രാഫ്റ്റ് ചെയ്തേ. നമുക്ക് എന്തായാലും ഈ സാധനങ്ങൾ എന്തായാലും ധാരാളമാണ്. അവിടെ എൻ്റെ ഒക്കെ സാധനം ഉണ്ടോ മതി. ഫുഡൊക്കെ എൻ്റെ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇല്ലേ, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇതാണ് പിന്നെ ഞാൻ എന്റെ ബേസ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതില്ലേ. ചെറിയതുമാണ്, സ്പോണിന്റെ അടുത്തുമാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ ഇതൊരു സെർവറാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്കും കയറാം. ഇതിന്റെ IP ഞാൻ താഴെടേക്കാം. ബെഡ് റോക്ക് പ്ലേയേഴ്സിനും ജാവ പ്ലേയേഴ്സിനും കളിക്കാം. ഇല്ലടാ ഒന്ന് ടെക്സ്റ്റ് ചെയ്താ പറ്റൂലേ? ഈ ബെഡ് റോക്ക് പ്ലേയേഴ്സിന് പറ്റുമോ ഇത് പറഞ്ഞെടുക്കേ. അപ്പൊ നമ്മക്ക് എന്തായാലും എന്താ പറയാ കുറച്ച് ഈ മരം അങ്ങോട്ട് വെട്ടിയേക്കാം. ബെഡ് റോക്ക് പ്ലേയേഴ്സിനും കയറാം. പിന്നെ ഈ സെർവറിന്റെ നെയിം എന്തുവാ എന്ന് വെച്ചാൽ എൻഡർക്രാഫ്റ്റ് SMP എന്നാണ്. ചെക്കന്റെ സെർവറാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്റെ ഒപ്പം കളിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കളിക്കാം. നമ്മള് വലിയ യൂട്യൂബർ ഒന്നും അല്ല, എന്നാലും ചെറിയൊരു യൂട്യൂബറിന്റെ ഒപ്പം കളിക്കാറുണ്ട് വലിയ കാര്യല്ലേ. അപ്പൊ അത് മതി. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇവിടുത്തെ മരം വെട്ടി കഴിഞ്ഞിക്കണേ. ഇവിടുത്തെ മരം കൊണ്ട് നമുക്ക് എന്തായാലും ഒന്നും ആവത്തില്ല. അപ്പൊ നമുക്ക് ഇനി കുറച്ച് മരം കൂടി അങ്ങോട്ട് കട്ട് ചെയ്യാം. ചെക്കൻ എന്തായാലും അടിഞ്ഞ് പോസ്റ്റ് ആണ്. ഈ പോസ്റ്റ് ആയിക്കോട്ടെ. സബ് 2MCX പ്രോ ആടെ ടാങ്ക്സർ എല്ലാരും ഞാൻ പറയാൻ മറന്നു. അപ്പൊ എല്ലാരും നമ്മളെ ചാനൽ അങ്ങോട്ട് സബ് ചെയ്തേക്ക്. ഇനി നമുക്ക് 200 മിഞ്ഞേച്ചേക്കാം. എല്ലാരും കാണാൻ എല്ലാരും സബ് ചെയ്തേക്ക്. ഒരു ഇതും കാണണ്ട. പിന്നെ നമ്മളൊരു വീഡിയോ 500 വ്യൂസ് ഇട്ടിക്കണേ. അതൊക്കെ മതി. പിന്നെ ചെക്കന്റെ വീഡിയോ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, കാരണം ഓന്റെ സെർവർ അല്ലേ. പിന്നെ ഓനൊരു വീഡിയോ ഇറക്കിന്നേ. ഇതെന്താ പറയാ പിങ് ഒന്നും ഉണ്ടാവില്ല, സെർവർ ഫുള്ള് സീനുമാണ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും കുറച്ച് മരം കണ്ട് കട്ട് ചെയ്യാം. നോക്കിക്കഥ മരം വട്ടറാ. നിന്നോടല്ല ഞാൻ പറയണ മരം വെട്ടാൻ. മര്യാദക്കും മരം വെട്ടിക്കോ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കുട്ടീനെ അടിക്കും. വിട്ടറോ വെട്ടല്ലേ. ചെക്ക ചെക്ക മേടിച്ച്. ഇനി നമുക്ക് എന്തായാലും കുറച്ചൊരു മരം വെട്ടാം ഗൈസ്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മരങ്ങൾ കിട്ടിയിരിക്കണു. ഇക്കോ എൻഡർ എന്താണ് ഓന്റെ പേര് ഞാൻ മറന്ന്. നമ്മളെ അടുത്ത ഫ്രണ്ടാണ്. ബട്ട് ഞാൻ അവന്റെ സെർവർ നെയിമാണ് ഓർക്കണേ. ഓന്റെ പേര് ലെക് സ്റ്റാർ എന്നാണ്. അപ്പൊ ഓർക്കൊണ്ട് ചാനൽ നിങ്ങൾ ഓനും പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇനി നമുക്ക് എന്തായാലും നൈറ്റ് ആയിക്കണേ. നമുക്ക് എന്തായാലും ഇനി ഉറങ്ങാം. ഓന്റെ സെർവറിന്റെ പേര് എൻഡർക്രാഫ്റ്റ് SMP. അപ്പൊ നമ്മളെന്തായാലും നമ്മൾ ഈ സെർവറിൽ നിങ്ങൾ എല്ലാരും കയറി നമുക്കൊക്കെ അടിച്ചു വിളിക്കാം. വേഗം കടന്ന് ഉറങ്ങടാ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പണി കിട്ടും. എന്റെ അപ്പുറത്തൊരു ബെഡ് ഉണ്ട്, പണി ഇവിടെ നടന്നു. നോ വറീസ്, ഓൺലി ഫോർ സേഫ്. വേ ഉറങ്ങേ. അവിടെ അത് 1 മാൻ സ്ലീപ്പാ. അത് നീയും കടന്നിക്കണാ. ഓൻ കടന്നിക്കണെന്നാ തോന്നുന്നുണ്ട് എനിക്കും. ഇവിടെ നിറച്ചു വിടുക. നമുക്ക് ഇവിടെ നിന്ന് ഇടുക. വില്ലേജേഴ്സ് എന്തായാലും ഇതൊരു യൂസ് ചെയ്യുന്നില്ല. അതെന്തായാലും ഞാൻ എടുത്തോണ്ട് നമുക്ക് എന്തായാലും ഈ വീട്ടില് എന്താ പറയാ നമുക്ക് ഫുള്ള് എടുക്കാം. അപ്പൊ എന്താ പറയുക ഞാനും കിടന്നു പോന്ന്. അവൻ വേറെ ഹൗസിൽ പോയി കിടന്നിക്കണ്. വില്ലേജ് 1 മാൻ സ്ലീപ്പ്. ബെഡ് അങ്ങനെ നമ്മൾ എടുത്തേക്കണേ. ഇനി നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് നമ്മളെ ആ സ്ഥലം ഒന്ന് ഞാനൊന്ന് റൗണ്ട് ചെയ്ത് നോക്കട്ടെ. നമ്മളെ ബേസിക്കുള്ള വഴി കണ്ടുകണി. ഇതാണ് നമ്മളെ ബേസിക്കുള്ള വഴിയല്ല, നമ്മള് ചെറിയൊരു ഐലൻഡ് പിന്നെ നമ്മൾ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം എന്തുവാന്ന് വെച്ചാൽ നമ്മളെ ഹാർഡ് കോർ വേൾഡ് വീണ്ടും പോയിട്ടാ. ഞാനന്ന് മൈനിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരികയായിരുന്നു. അത് എന്റെ ഫേവറേറ്റ് വേൾഡ് ആയിരുന്നു. പിന്നെ ലെതർ ആർമർ കിട്ടിയിരുന്നു. പിന്നെ എല്ലാരും പാടിയും പിടിച്ച് തള്ളി വിട്ട് ഞാനങ്ങനെ ചത്തി. അത്രന്നെ ഉള്ളി. ഇനി നമ്മക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കുഞ്ഞ് ബേസ് കയറ്റണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് ടെറാഫോം ഇതിലൊക്കെ റെഡി ആക്കണം. അതിന്റെ അടുത്ത് ഞാൻ ഇവിടെ ഒരു മരം കുഴിച്ചിടട്ടെ. എന്തായാലും വളരെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വുഡ് ഒപ്പിക്കാലോ. ഇവിടുന്ന് എന്തായാലും കുറെ സാധനം കിട്ടണ്ടേ. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുഴിച്ചുണ്ടാവുമെന്ന് അറിയില്ല. എൻഡർ ക്രാഫ്റ്റ് ചെയ്തിട്ടൊന്ന് റെഡി ആക്കിക്കാം മൂത്ത. ഇനി നമുക്ക് എന്തായാലും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പണി അങ്ങോട്ട് തുടങ്ങിയേക്കാം. ഫസ്റ്റ് ഇനി നമുക്ക് എന്താ പ്ലാങ്ക് വേണ്ട. നമുക്ക് ഇനി എന്തായാലും ചെറിയൊരു ലേ ഔട്ട് ഇടാം. നമ്മളെ ബേസിന് വേണ്ടേ പ്ലേസ് ചെയ്താൽ നമ്മളെ വീടിന്റെ ലേ ഔട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അപ്പർ പാർട്ടും എല്ലാ പാർട്ടും ഒക്കെ ഒന്ന് ലേ ഔട്ട് ചെയ്യാൻ തന്നെ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ബേസ് അല്ല ഫ്ലോർ സെറ്റ് ആക്കാം. അപ്പൊ ഇനി എന്തായാലും അമ്മക്കും വേണം ഒരു സ്റ്റോൺ. ഓല അതിഞ്ഞൊരു പരിപാടി നടക്കില്ല.
അപ്പൊ എന്തായാലും നമുക്ക് ഓന്റെ പണി അമ്മക്ക് ചെയ്യാം. കുറച്ച് ഇതെടുത്തിട്ടേ അമ്മക്ക് നമ്മളെ വീടിന്റെ ചുറ്റും ഇതങ്ങോട്ട് വെച്ചേക്കാം. ഞങ്ങളന്ന് സിമ്പിൾ ആയിട്ടോ വീടുണ്ടാക്കാൻ നോക്കണേ, അല്ല പിന്നെ വലിയ ഫാൻസി ആയിട്ടൊന്നും ഇതിലുണ്ടാക്കില്ല. ഇനി ഇത് ഞങ്ങളെ സ്റ്റാർട്ടർ ബേസ് ആണ്, ബാക്കിയുള്ളതൊക്കെ ഞങ്ങള് നല്ല ഫാൻസി ആയിട്ട് ഉണ്ടാക്കും. ഇത് വെറുതെ ജസ്റ്റ് ഫോർ ഫണ്ണ് അത്രേ ഉള്ളു. ഇനി ഇതാ ഇവിടെ ഒരു കുഞ്ഞു വിൻഡോ ആയില്ലേ, ഇനി നമുക്ക് ഇത് പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇതങ്ങോട്ട് നീട്ടാം, എന്നിട്ട് നമുക്ക് ഇതും പാടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. റെഡി ആയില്ലേ? അപ്പൊ ഒന്നുകൂടിയും റെസൈക്കിണ്. ഇനി നമ്മളെ വീടിന്റെ ഫ്രണ്ട് നമുക്ക് ഇതല്ലേ, ഇതും പാടി അങ്ങോട്ട് ആക്കിയേക്കാം. ഇതിനി ഇങ്ങനെ, അയ്യോ ഇപ്പൊ എന്തപ്പോ വല്ല പ്ലസ് മാതിരിയല്ലോ, എന്തൊക്കെ പ്രശ്നമുണ്ടല്ലോ. ഹേ, ഇവിടെയും നമുക്ക് രണ്ട് ട്രാപ്പ് ഡോറും വെക്കാം. മേലെ നമുക്ക് എന്താ, മേലൊന്നും വെക്കാലോ, മേലടക്കാം. ഇനി എന്താച്ചാ ബാക്കി നമുക്ക് ഇനി ഇവിടെ അല്ലേ, ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കാം. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഉണ്ടല്ലോ, ഈ ഡോർ നമുക്ക് വേണ്ട. ഗൈസ് നമ്മളെ ഈ പാർട്ടും കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കാണ്, ബാക്കിന്റെ സ്ഥലം നമ്മളെ കണ്ടോന്നാവും. നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഇടാനുള്ള ഇതും കൂടി അങ്ങോട്ട് വെട്ടിയേക്കാം. ചിലപ്പോ നമ്മളെ ആക്സ് പൊട്ടും. ഞാൻ പറഞ്ഞിട്ടുള്ളൂ പൊട്ടി. ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്താ ഒരു ഷവൽ അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തേക്കാം. അയൺ ഷവല് തന്നെ ക്രാഫ്റ്റ് ചെയ്ത് അവിടെ അറിയാതെ അയൺ ഷവല് ക്രാഫ്റ്റ് ചെയ്ത ഒരു അയണേറ്റി ഷീൽഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മണ്ടത്തരം കാട്ടി. സോറി ബോസ് അടിക്കല്ലേ, ഇതിനൊക്കെയാണ് ഇന്നെ എപ്പോഴും അടിച്ചിരുന്നത്. വാങ്ങി തരുമോ? എടാ ഞാൻ അങ്ങനെടാ എനക്ക് വാങ്ങി തരണ്ട്, എനിക്ക് കൊറിയറും കൂടി അറിയില്ല. സോറി, അറിയാതെയാണ്. കുഴിക്കണി. ഓ ഗൈസ് നമുക്ക് ഇവിടെ അങ്ങോട്ട് വേഗം പൊട്ടിച്ചേക്കാം. പൊട്ടിച്ച് ക്ലിയർ ആക്കാം. പാത്തും പാടി അങ്ങോട്ട് സെറ്റ് ആക്കട്ടെ. പാത്രം അടി സ്റ്റോൺ മൈൻ ചെയ്യാം. സെക്കൻഡ് ഗോള് കിട്ടി. എവിടെ ഫുള്ള് മൈൻ ചെയ്ത് ഒന്നും നോക്കണ്ട. കോള് നമുക്ക് നല്ല രീതിക്ക് യൂസ് ആവും. ഞാനപ്പ ഇതിനും ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കട്ടെ. ഗൈസ് നമുക്ക് അങ്ങനെ വേണ്ട സ്റ്റോണൊക്കെ നമ്മൾ മെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ പോയിട്ട് നമ്മളെ സ്റ്റോൺ അല്ലാതെ നമുക്ക് കുക്ക് ചെയ്തേക്കാം. അവിടെ ഒരു ഫർണസ് കൂടി ക്രാഫ്റ്റ് ചെയ്യടാ, അല്ലെങ്കിൽ ഞാൻ അപ്പൊ ഇവിടെ ഒന്നും ക്രാഫ്റ്റ് ചെയ്യാം. അല്ല നീ ക്രാഫ്റ്റ് ചെയ്തോ. ഫർണസ് കൂടുന്തോറും നമുക്ക് നല്ല തന്നെയാണ്, കാരണം പണി വേഗം കഴിയല്ലോ. അതെന്തായാലും നല്ലൊരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് ഇതൊരു ഇതാണ്. അവിടെ അധികം കുറച്ച് ഗോള് വെക്കിട്ടാ, അതിക്ക് മാത്രം വെക്കല്ലേ, രണ്ടും കുക്ക് ചെയ്യാൻ വെക്ക്. വർക്കൂടി ഇത് ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഗ്ലാസ് വെക്കാനുണ്ട്, ഡോർ വെക്കാനുണ്ട്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അതൊക്കെ ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ മെല്ലെ വെച്ചാ ചെയ്യാം. ഞാൻ എന്താ പറയാ വെച്ചാ ബേസിന്റെ ബാക്കി വർക്ക് അങ്ങോട്ട് ചേട്ടൻ. ഇതൊക്കെ എന്താ സാധനം, ഇതൊക്കെ നീ മൈൻ ചെയ്താ? ഇതെന്തായാലും നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ട്. നമ്മളെ ബേസിന്റെ ഒരു സൈഡത്തെ റൂഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മളൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാം. നമ്മളെ വീടിന്റെ ചുറ്റൊന്ന് ഫെൻസ് ചെയ്തെടുക്കാം. നമ്മളെ ബേസ് എന്താ വെച്ചാ നമ്മള് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിക്കണേ. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിവിടെ ഇനി ഓപ്പൺ ആയിട്ട് ഇടുകയാണ്. മറ്റോ ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. അല്ലാതെ നിക്കണേ. അപ്പോ നമ്മളെ വീഡിയോ ഒന്നും എത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടെറ്റ ബായ്. നമ്മൾ അടുത്ത സീരീസ് ആകുമ്പോൾ നമ്മളപ്പോ ഇനി ആൾക്കാരുണ്ടാവും, കാരണം നമ്മളൊക്കെ എന്തായാലും ജോയിൻ ഇല്ലേ. അപ്പൊ എല്ലാവർക്കും ടെറ്റ ബായ്. അപ്പൊ സി യു.